ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ നല്ല സ്റ്റോക്കുകൾ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ സെലക്ട് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം വളർത്താം എന്ന് കാണിച്ചു തരാം. ഏകദേശം 4000-5000 കമ്പനികൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഏറ്റവും കുറച്ച് റിസ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നല്ലേ നമുക്കറിയേണ്ടത്. ഈ വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു സ്റ്റോക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതാണോ എന്ന് എങ്ങനെ അറിയാം, അതിന് കുറഞ്ഞത് എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞു തരാം. ഇത് താങ്കൾ ഏത് ഷെയർ വാങ്ങണം എന്നുള്ള ഒരു ഉപദേശമല്ല, എന്നാൽ ഫണ്ടമെന്റൽ സ്ട്രോങ് ആയ 10-20 സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം താങ്കൾക്കറിയാൻ വേണ്ടി. നമ്മൾ പലപ്പോഴും നല്ല കമ്പനികളായി കാണുന്ന പല കമ്പനികളുടെയും ലോങ് ടേം പെർഫോമൻസ് സൂക്ഷ്മമായി നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് താഴെയായിരിക്കും. പല ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഷെയർ മാർക്കറ്റ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നല്ലതാണ്, എങ്കിലും അതേപോലെ റിസ്ക്കും കൂടുതലാണ്. കാരണം നാളെ എന്തുണ്ടാകും എന്ന് ഇന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അത് ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായി കാണിച്ചു തരാം. അതിവേഗം തന്ത്രങ്ങൾ മാറുകയും പുതിയ ട്രെൻഡ്സ് വികസിക്കുകയും ചെയ്യുന്ന നിക്ഷേപ ലോകത്ത് നമ്മൾ അടുത്ത 10-20 വർഷത്തേക്ക് സെലക്ട് ചെയ്യുന്ന ഓഹരികൾക്ക് ഏത് കൊടുങ്കാറ്റിനെ നേരിടാനും മാർക്കറ്റിലെ അടിയൊഴുക്കുകളെ മറികടക്കാനും കഴിയണം. അടുത്ത ദശകത്തിലേക്ക് നാം നോക്കുമ്പോൾ ആഗോള നിക്ഷേപ മേഖലയിൽ ഇന്ത്യ തിളങ്ങുകയാണ്. ശക്തമായ സാമ്പത്തിക വളർച്ച, വളർന്നു വരുന്ന വ്യവസായങ്ങൾ, പ്രതിരോധശേഷിയുടെ ട്രാക്ക് റെക്കോർഡ്, ഉറച്ച ഭരണം എന്നിവയാൽ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രോമിസിംഗ് സെന്ററായി ഇന്ത്യ ഉയർന്നു നിൽക്കുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഗണ്യമായ വരുമാനം നൽകാൻ കഴിവുള്ള മറഞ്ഞിരിക്കുന്ന രത്നങ്ങൾ കണ്ടെത്തിയാൽ ഇന്ത്യയിലെ വൈബ്രന്റ് മാർക്കറ്റ് നമുക്കും എക്സ്പ്ലോർ ചെയ്യാം. വരും വർഷങ്ങളിൽ സമൃദ്ധിയുടെ താക്കോലായി താങ്കൾക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. സേഫ് സ്റ്റോക്കുകൾ എന്നാൽ മാക്സിമം സ്ട്രോങ് ആയ മാന്യമായ റിട്ടേൺ തരുന്ന കമ്പനികളായിരിക്കണം. വളർന്നു വരുന്ന ഇന്ത്യൻ എക്കോണമിയെ വളർത്തുന്ന ബാക്ക് ബോൺ കമ്പനികളാവണം. നമ്മുടെ GDPയെ താങ്ങി നിർത്തുന്ന, വരും കാലങ്ങളിലും മാർക്കറ്റിൽ ആവശ്യമുള്ള പ്രോഡക്റ്റും സർവീസും ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ കഴിവുള്ള കമ്പനികൾ ആയിരിക്കണം. ഓഹരികളിൽ നിക്ഷേപിക്കാൻ നമുക്ക് വ്യക്തമായ നിക്ഷേപ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അതായത് നമ്മൾ എന്തിനാണ് നിക്ഷേപിക്കുന്നത്. 1. ക്യാപിറ്റൽ അപ്രിസിയേഷൻ, നമുക്ക് മുടക്ക് മുതൽ വർദ്ധിപ്പിക്കണം. 2. ഡിവിഡൻഡ് ഇൻകം, ഇടയ്ക്കിടെ ലാഭവീതം കിട്ടണം. ഈ വീഡിയോ ഇത് കവർ ചെയ്യുന്നില്ല. 3. വെൽത്ത് പ്രിസർവേഷൻ, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. ഇത് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൈറ്റാണ്. ടിക്കർ ടൈപ്പ് എന്നാണ് പേര്. നിങ്ങൾക്കും ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മൊത്തം 4690 കമ്പനികൾ കാണാം. നമ്മൾ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റിയിലുള്ള 100 വലിയ കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുന്നു. കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ മുടക്ക് മുതലിന് മാക്സിമം പ്രൊട്ടക്ഷനുള്ള റീസണബിൾ റിസ്കിൽ റീസണബിൾ പ്രോഫിറ്റ് തരുന്ന കമ്പനികളാണ്. ഇപ്പോൾ കമ്പനികൾ 100ആയി. ഏത് സെക്ടർ ആയാലും നമുക്ക് പ്രശ്നമില്ല. ഇനി മാർക്കറ്റ് ക്യാപ് 50,000 കോടിക്ക് മുകളിലുള്ള കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുന്നു. അതായത് അതിശക്തരായ കമ്പനികൾ മാത്രം. ഇപ്പോൾ ഏതോ 5 എണ്ണം പോയി, 95ആയി. ഇനി അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ റവന്യൂ ഗ്രോത്ത്, വരുമാന വളർച്ച നോക്കണം. അതിന് ലാസ്റ്റ് 5 ഇയർ ഹിസ്റ്റോറിക്കൽ റവന്യൂ ഗ്രോത്ത് ഫിൽറ്റർ സെലക്ട് ചെയ്തു. അത് ഞാൻ 10% കൊടുത്തു. അതായത് കഴിഞ്ഞ 5 കൊല്ലം 10% വളർച്ച കാണിച്ച കമ്പനികൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 65 കമ്പനികളായി. അടുത്തത്
കഴിഞ്ഞ 5 വർഷം കോവിഡ് കാലമടക്കം ആവറേജ് 7% ആവറേജ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണിച്ച കമ്പനി മതി നമുക്ക്. ഇപ്പോൾ 42 കമ്പനികളായി. അടുത്തത് ലോങ് ടേം ഡെറ്റ്. വളരെ കാലത്തേക്കുള്ള ലോൺ എടുത്തിട്ടുള്ള കമ്പനികൾ വേണ്ട. അതിന് ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എടുക്കാം. അതായത് മൊത്തം ഷെയറിന്റെ എത്ര ഇരട്ടി കടമുണ്ട്. ഇത് പലപ്പോഴും നോക്കാൻ പറ്റില്ല, കാരണം സെക്ടർ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. എന്നാലും നമുക്കൊരു 10% കൊടുക്കാം. അത് ഇവിടെ മാക്സിമം ആയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 22 കമ്പനികളായി. റിലയൻസ് അടക്കം പുറത്തായി. ഇതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പറയാം. അടുത്തത്, ഏതെങ്കിലും കമ്പനിയുടെ പ്രൊമോട്ടർമാർ തങ്ങളുടെ ഷെയർ ബാങ്കിൽ ലോൺ എടുക്കാൻ സെക്യൂരിറ്റിയായി പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് പ്ലെഡ്ജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കണം. അത് 5% കൊടുക്കാം. ഉണ്ടല്ലോ. പക്ഷേ ആരും പുറത്തു പോയിട്ടില്ല. ഏഷ്യൻ പെയിന്റ്സ് ഏകദേശം 4%, സൺ ഫാർമ 1.25%. അത് കൂടുതലല്ല. എന്നാൽ മിക്കവർക്കും അത് 0. ഇതിനർത്ഥം ഈ കമ്പനികൾക്ക് വേണ്ടി വന്നാൽ കടം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയ്ക്ക് നല്ല പേരുള്ള കമ്പനികളാണ്. ഇനി നോക്കേണ്ടത് ആവറേജ് 5 ഇയർ റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് കമ്പനിയുടെ ഓരോ ഷെയറിൽ നിന്നും എത്ര വരുമാനം ഉണ്ടാക്കാൻ മാനേജ്മെന്റിന് പറ്റി എന്ന് നോക്കാം. അത് 10% കൊടുക്കാം. ഇപ്പോൾ ഒരു കമ്പനി കൂടി കുറഞ്ഞു, 21 ആയി. ഇനി 2 കാര്യം കൂടി നോക്കാം. ഒന്ന്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഏണിങ്സ് തന്നു. കാരണം ബാങ്കിൽ 7% കിട്ടുന്നത് ഇവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. നമുക്ക് 10% കൊടുക്കാം. 18 പേരും 10%-ൽ കൂടുതൽ തരുന്നുണ്ട്. ഇത്രയും ആയാലും നമ്മൾ പൈസ നിക്ഷേപിക്കില്ല. ഒന്നുകൂടി അറിയണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുടക്ക് മുതലിന് എന്ത് റിസ്ക് ഉണ്ടെന്നറിയണ്ടേ. അതായത് മാർക്കറ്റ് ട്രെൻഡ് മാറുമ്പോൾ നമ്മുടെ ഷെയർ അതിനനുസരിച്ച് തിരയിൽപ്പെട്ട വള്ളം പോലെ തുള്ളിക്കളിക്കുമോ അതോ സ്റ്റേബിൾ ആണോ? അതായത് നിഫ്റ്റി 1% താഴേക്ക് വീണാൽ നമ്മുടെ കമ്പനി 10% വീണു പോയാൽ റിസ്ക് വളരെ കൂടുതലല്ലേ. നാളെ ഒരു പ്രതിസന്ധി വന്നാലും ചെറിയ വള്ളങ്ങൾ മുങ്ങിക്കഴിഞ്ഞേ വലിയവ മുങ്ങുകയുള്ളൂ. ലോകത്തിൽ ഓരോ സെക്ടറിലും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന് താഴെ പോയാലും തിരികെ കയറുന്ന കമ്പനികൾ മതി നമുക്ക്. നമ്മുടെ കമ്പനി സ്റ്റേബിൾ ആണോ എന്നറിയാൻ നമ്മൾ നോക്കുന്നത് ബീറ്റ ആണ്. അത് മാക്സിമം 1%-ൽ താഴെ നിൽക്കണം. ഇപ്പോൾ 16 കമ്പനികളായി. ഇവിടെ സെക്ടർ വൈസ് നോക്കിയാൽ IT കമ്പനികളാണ് കൂടുതൽ. നമ്മൾ 1-2 IT കമ്പനി നോക്കിയാൽ മതി. അതിന് 5 വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കാം. TCS 19%, ഇൻഫോസിസ് 17%. കൊള്ളാം. ഇവരെ നോക്കാം. TCS ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ്. ഇവരൊക്കെ നല്ല സ്ട്രോങ് കമ്പനികളാണ്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ചില സെക്ടർ ഇവിടെ ഇല്ല. അതായത് ഒറ്റ ബാങ്കില്ല, റിലയൻസ് പോലുള്ള ഒരു താപ്പാനയില്ല. എങ്കിലും നമ്മൾ അവരെ തള്ളിക്കളയരുത്. റിലയൻസ് 16 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള പെട്രോളിയം, റീറ്റെയിൽ, ടെലികോമിൽ കളിക്കുന്ന കമ്പനിയാണ്. എല്ലാം വലിയ ഫ്യൂച്ചറുള്ള സെക്ടർ തന്നെയാണ്. ഇപ്പോൾ പുതിയ തലമുറ മാനേജ്മെന്റുമായി നല്ലൊരു സ്റ്റോക്കാണ്. അതേപോലെ SBI, HDFC, ICIC ബാങ്കുകൾ രാജ്യത്തിന്റെ നട്ടല്ലായ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. ടു ഗുഡ് ടു ഫെയിൽ ഓർ ടു ബിഗ് ടു ഫെയിൽ എന്ന കാറ്റഗറിയിൽ വരുന്നവ. എന്ന് മാത്രമല്ല, ഇവയൊന്നും തകരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കാലത്തും അനുവദിക്കത്തില്ല. അപ്പോൾ അവയും സേഫാണ്. അങ്ങനെ ഒരു 4 കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം 20 കമ്പനികൾ. ഇവയൊന്നും നിങ്ങൾ വാങ്ങണമെന്ന് പറയാൻ ഞാനാളല്ല. നല്ല കമ്പനികളെ സെലക്ട് ചെയ്യാനുള്ള രീതി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് നോക്കിയത്. ടിക്കർ ടേപ്പ് പോലെയുള്ള സൈറ്റുകളിൽ കയറി സ്വയം ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്ന ഒരാളിനോടൊപ്പം നിന്നിട്ട് നല്ല സ്റ്റോക്കുകൾ വാങ്ങുക. ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് പോയി എന്ന് കരുതി ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ വിഷമിക്കരുത്. ഞാൻ അതിൻ്റെ ഗ്രാഫ് കൂടി കാണിച്ചു തന്ന് നിർത്താം. കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ ഗ്രാഫ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന്. അതും ഇവിടെ നിന്ന് ചെയ്യാം. കമ്പനിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആവും. അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് കമ്പനി ഡീറ്റെയിൽസ് കാണാം ഒരു പുതിയ വിൻഡോയിൽ. ഇവിടെ ആദ്യം 5 വർഷം ഗ്രാഫ് നോക്കാം, പിന്നെ മാക്സിമം. അപ്പോൾ
15-20 കൊല്ലത്തെ വളർച്ച കണ്ടോ? ഇനി മറ്റൊരു കാര്യം കൂടി കാണിക്കാം. ഡിവിസ് ലാബിന്റെ 5 വർഷം മാക്സിമം നോക്കിയാൽ ഫെബ്രുവരി 23 വില താഴെ പോയിരുന്നു. ഇവിടെ നോക്കി വില കുറയുമ്പോൾ വാങ്ങിയിടാം. ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യുക. നിങ്ങളും വിജയിച്ചിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഉപകാരമായെങ്കിൽ ഗുരുവും ഞാനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ല വഴികൾ അറിയാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ കാണുക.